നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരം പൂജപ്പുര മുടവന് മുകളിൽ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുള്ള കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ ബി എ മുഹമ്മദ് റിയാസ് എത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. മോഹൻലാലിനോടൊപ്പം കളിച്ചു വളർന്നവർ, സുഹൃത്തുക്കൾ, ചലച്ചിത്ര പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ഇപ്പോൾ മുടവൻ മുകളിലെ വസതിയിലുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരും അതുപോലെ സഹോദരൻ പ്യാരലാലും അന്ത്യവിശ്രമം കൊള്ളുന്ന അതേ സ്ഥലത്താണ്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി സജി ചെറിയാനും എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. മന്ത്രി സജി ചെറിയാൻ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, ചലച്ചിത്ര സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ തുടങ്ങി പൗരപ്രമുഖരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മുടവൻ മുകളിൽ എത്തിക്കഴിഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, പറയൂ. എസ്കെൻ, മലയാളത്തിൻ്റെ മഹാനടൻ്റെ അമ്മയ്ക്ക്, അത് മലയാളികളുടെ തന്നെ അമ്മയെ ആ സ്നേഹവാത്സല്യമൊക്കെ കണ്ട് മലയാളികൾ തന്നെ ആ വാത്സല്യം കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. അത്രയേറെ ഇഴയെടുപ്പം ആ അമ്മയുമായി മലയാളികൾക്ക് പൊതുവിലുണ്ട്. ആ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രമുഖർ ഈ മുടവൻമുകൾ ഹിൽ വ്യൂ വീട്ടിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരായ സജി ചെറിയാൻ, പി എ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വീണ, ഒപ്പം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി അജോയ്, ഡയറക്ടർ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, മണിയൻപിള്ള രാജു തുടങ്ങി നിരവധി ആളുകൾ ഈ വസതിയിലുണ്ട്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതാണ്. ഈ നിരവധിയായി അടുത്ത അതായത് അയൽപക്കത്തെ വീട്ടുകളിൽ നിന്നും ഒപ്പം ഈ നാട്ടിൽ നിന്നുമൊക്കെ ജനങ്ങൾ ഇവിടേക്ക് രാവിലെ മുതൽ ഒഴുകി എത്തുന്നുണ്ട് ശാന്തകുമാരി അമ്മ ഒരു നോക്ക് കാണാൻ. അതായത് ശാന്തകുമാരി അമ്മ ഈ അയൽപക്കവുമായും ഒപ്പം നാട്ടുകാരുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. കടന്നപ്പള്ളി രാമചന്ദ്രൻ വരുന്നുണ്ട്. അത്തരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. മുഖ്യമന്ത്രി വർക്കലയിൽ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് ക്യാബിനറ്റിന് ശേഷം ഒരുപക്ഷെ ഈ വീട്ടിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിന് ഔദ്യോഗികമായ തീരുമാനമായില്ല, സ്ഥിരീകരണമായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി എത്തുമെന്ന് പറയപ്പെടുന്നുണ്ട്. സ്കേൻ, നിരവധിയായ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി 4 മണിക്കാണ് സംസ്കാര നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെയാണ് സംസ്കാര നടപടികൾ നടക്കുക. മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥൻ നായരെയും ഒപ്പം ജ്യേഷ്ഠൻ പ്യാരലാലിനെയും ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് സംസ്കരിച്ചിട്ടുള്ളത്. അവർ അന്തി ഉറങ്ങുന്നത് ഇവിടെയാണ്. ഈ മണ്ണിൽ തന്നെ അമ്മയ്ക്കും അവസാനത്തെ വിശ്രമം ഒരുക്കണമെന്നുള്ളതാണ് തീരുമാനം, മോഹൻലാലിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ തീരുമാനം. ഒരുപക്ഷെ അമ്മയുടെ ആഗ്രഹം അതായിരുന്നിരിക്കാം. അതാണ് എറണാകുളത്തെ എളമക്കരയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി വൈകി അവിടെ നിന്ന് പുറപ്പെട്ട് ഇന്ന് പുലർച്ചയോടുകൂടി ഇവിടെ എത്തി. ഇത് അവസാനമായി അമ്മ ഈ വീട്ടിൽ, അമ്മ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 39 വർഷം അല്ലെങ്കിൽ 4 പതിറ്റാണ്ടിനോടടുത്ത് അമ്മയുടെ ജീവിതം മുഴുവൻ ചെലവഴിച്ച ആ വീട്ടിലേക്ക് അവസാനമായി എത്തിച്ചത്. അവിടെ ബന്ധുക്കളുണ്ട്, മോഹൻലാലിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ബന്ധുക്കളാണ്. തിരുവനന്തപുരത്തെ മുടവൻ മുകളിലെ മോഹൻലാലിൻ്റെ വസതിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ചലച്ചിത്ര നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, ചാർട്ടർ അക്കൗണ്ടന്റ് സനൽകുമാർ, ജി സുരേഷ് കുമാർ, GS വിജയൻ, മണിയൻപിള്ള രാജു, ടെലിവിഷൻ ഏഷ്യാനിലെ ചീഫ് പ്രൊഡ്യൂസറായ G പത്മകുമാർ തുടങ്ങി നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ മുടവൻ മുകളിലെ വസതിയിൽ എത്തിയിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.